നമസ്കാരം. തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു BL സന്തോഷിനെ അറസ്റ്റ് ചെയ്യാൻ ലക്ഷ്യമിട്ടായിട്ടുള്ള ഒരു ആരോപണം. സന്തോഷിനെ കൊടുക്കാൻ ശ്രമിച്ചത് മകളായിട്ടുള്ള കെ കവിതയ്ക്കെതിരായിട്ടുള്ള ED കേസ് ഒഴിവാക്കുന്നതിന് വിലപേശാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഫോൺ ചോർത്തൽ കേസിലെ പുതിയ വെളിപ്പെടുത്തലാണിത്. ആ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ മകളായിട്ടുള്ള കെ കവിതയ്ക്കെതിരായിട്ടുള്ള ED കേസ് ഒഴിവാക്കുന്നതിന് വിലപേശാനായിട്ട് തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കെ ചന്ദ്രശേഖർ റാവു മുതിർന്ന BJPയുടെ നേതാവായിട്ടുള്ള BL സന്തോഷിനെ അറസ്റ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുവാൻ ലക്ഷ്യമിട്ടിരുന്നതായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെലങ്കാന ഫോൺ ചോർത്തൽ വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ്. മുൻ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള P. രാധാകൃഷ്ണ റാവുവാണ് 6 പേജുള്ള കുറ്റസമ്മതത്തിൽ മുൻ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അലോസരം സൃഷ്ടിക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയതായി പറയുന്നത്. BRSനോ സർക്കാരിനോ എതിരായ വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തുവാനും താൻ ശ്രമിച്ചതായി മാർച്ചിൽ അറസ്റ്റിലായ രാധാകൃഷ്ണ റാവു പറയുന്നുണ്ട്. ചെറിയ അഭിപ്രായ ഭിന്നതയോ വിമർശനമോ പോലും പൊറുക്കുന്ന നേതാവല്ല KCR എന്നാണ് ഹൈദരാബാദ് സിറ്റി ടാസ്ക് ഫോഴ്സ് അംഗമായിരുന്ന രാധാകൃഷ്ണ റാവു കുറ്റസമ്മതത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് ഈ BL സന്തോഷ് BJPയുടെ നേതാവാണ്. BL സന്തോഷിനെതിരായിട്ടുള്ള നീക്കം എന്തുകൊണ്ടാണ്? BJPയിൽ സ്വാധീനമുള്ള ചിലർ BRS MLAമാരെ BJPയിൽ ചേരാൻ വേണ്ടിയിട്ട് പ്രലോഭിപ്പിക്കുന്നതായിട്ട് KCRന് ഒരു MLAയിൽ നിന്ന് വിവരം കിട്ടും. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒക്ടോബർ അവസാന വാരമായിരുന്നു അത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. അന്നത്തെ സ്പെഷ്യൽ ഇൻ്റലിജൻസ് ബ്രാഞ്ച് മേധാവിയായിരുന്ന T. പ്രഭാകർ റാവുവിനെ BJP നേതാക്കളുടെയും MLAയുടെയും മറ്റും ഫോണുകൾ അനധികൃതമായിട്ട് ചോർത്തുവാനുള്ള ദൗത്യം KCR ഏൽപ്പിക്കുന്നു. ചോർത്തലിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഓഡിയോ ടേപ്പിലെ വിവരങ്ങൾ പ്രകാരമാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഹൈദരാബാദിൻ്റെ പ്രാന്തപ്രദേശത്ത് ഫാം ഹൗസിൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷന് ശേഷമായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അന്ന് മാത്രമല്ല ഈ BRS MLAമാരെ ചാക്കിട്ട് പിടിക്കുവാൻ ശ്രമിച്ചെന്ന ആരോപണം BJP അന്ന് നിഷേധിക്കുകയും ചെയ്തു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ആരോപണം അന്വേഷിക്കുവാനായിട്ട് KCR അതിനോടൊപ്പം നിയോഗിക്കുന്നു. ഈ ടീമിനെ കരുവാക്കി BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള BL സന്തോഷിനെ അറസ്റ്റ് ചെയ്യുവാനായിരുന്നു കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ നീക്കമെന്ന് പറയപ്പെടുന്നത്. കേസിൽ സന്തോഷിനെ പ്രതിയാക്കി എങ്കിലും തെലങ്കാന ഹൈക്കോടതി സ്റ്റേ നൽകിയതിന് പിന്നാലെ കേസ് CBIക്ക് കൈമാറുകയും അങ്ങനെ അത് മാറുകയും ചെയ്തു എന്നുള്ളത്. ഇതറിഞ്ഞതോടുകൂടിയാണ് KCR രോഷാകുലനായിട്ട് P. രാധാകൃഷ്ണ റാവു പറയുന്നത് അദ്ദേഹം രോഷാകുലനായി മാറിയെന്നാണ്. നിഷ്പക്ഷ അന്വേഷണം നടക്കില്ലെന്ന് വിലയിരുത്തിക്കൊണ്ട് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിടുകയും ചെയ്തു. അതോടുകൂടി BJPയുടെ ഇതുമായിട്ടുള്ള പ്രതികരണം എന്ന് പറയപ്പെടുന്നത് BL സന്തോഷിനെ കൊടുക്കുവാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഗൂഢാലോചന. ആ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നെന്ന ആരോപണം ഇതോടെ തെളിഞ്ഞതായി തന്നെയാണ് BJP മനസ്സിലാക്കുന്നതും അവകാശപ്പെടുന്നത്. BRS MLAമാരെ ചാക്കിട്ട് പിടിക്കുവാൻ തങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നും ഫോൺ ചോർത്തൽ കേസ് ഇതുവരെ രാജ്യത്ത് നടക്കാത്ത രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നും BJPയുടെ തെലങ്കാന നേതാവുള്ള N. രാമചന്ദ്ര റാവുവും അതിനോടൊപ്പം പറയുകയുണ്ടായി. കനകോലുവിൻ്റെ ഓഫീസിലും റെയ്ഡ് നടത്തിയത് എന്തിനാണ് എന്ന് ചോദിക്കണ്ടേ? 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തകർപ്പൻ വിജയത്തിനായിട്ട് അണിയറയിൽ പ്രവർത്തിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള സുനിൽ കനകോലുവിൻ്റെ സെക്കന്ദരാബാദിലെ ഓഫീസിൽ റെയ്ഡ് നടത്തിയതിനെക്കുറിച്ചും P. രാധാകൃഷ്ണ റാവു വെളിപ്പെടുത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ കനകോലു KCRനും പാർട്ടിക്കുമെതിരെ നിരവധി തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതാണ് KCRനെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ്. കനകോലുവിൻ്റെ ഓഫീസിലെ റെയ്ഡ് വലിയ രാഷ്ട്രീയ വിവാദമാവുകയും അതോടൊപ്പം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. തെലങ്കാന ഫോൺ ചോർത്തൽ കേസ് എന്ന് പറയപ്പെടുന്നത് എന്താണ്? തെലങ്കാനയിൽ BRS അധികാരത്തിൽ തുടരുവാൻ അന്നത്തെ സംസ്ഥാന ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവിയായിട്ടുള്ള T. പ്രഭാകർ റാവുവിൻ്റെ നേതൃത്വത്തിൽ പ്രണീത് റാവു, ഭുജംഗ റാവു, തിരുപ്പതണ്ണ, വേണുഗോപാൽ റാവു എന്നിവർ ഗൂഢാലോചന നടത്തിയതായാണ് കേസുണ്ടായിരിക്കുന്നത്. 1-ാം പ്രതിയാക്കി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച T. പ്രഭാകർ റാവു അമേരിക്കയിൽ. മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ കൂടിയായിരുന്ന പ്രഭാകർ റാവുവാണ് അമേരിക്കയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളടക്കം അതിനകത്തുണ്ട്. ചന്ദ്രശേഖർ റാവു സർക്കാരിൻ്റെ കാലത്ത് വിവിധ രാഷ്ട്രീയ നേതാക്കളെയും സിനിമാ താരങ്ങളെയും വ്യവസായികളെയും രഹസ്യമായി നിരീക്ഷിച്ചുവെന്നും ഇതിലൂടെ ശേഖരിച്ച ഇലക്ട്രോണിക് ഡാറ്റകൾ ഉപയോഗിച്ച് ഇവരിൽ പലരെയും പിന്നീട് ഭീഷണിപ്പെടുത്തിയെന്നുള്ളൊരു കണ്ടെത്തലുണ്ട്. നിലവിൽ തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി, BJP കോൺഗ്രസ് അംഗങ്ങൾ എന്നിവർക്ക് പുറമെ BRS നേതാക്കളും പോലീസിൻ്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം
1 ലക്ഷത്തിലേറെ ഫോൺ കോളുകൾ ഇവർ ചോർത്തിയതായിട്ട് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് സംഘം പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഏകദേശം 1 ലക്ഷത്തോളം ഫോൺ കോളുകൾ ചോർത്തി. തെലുഗു TV ചാനൽ ഉടമയായിട്ടുള്ള ശ്രാവൺ റാവുവാണ് അനധികൃത ഫോൺ ചോർത്തലിന് സഹായം ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്. ഇതിനായിട്ട് ഇസ്രായേലിൽ നിന്നുള്ള ഒരു ഉപകരണം സ്ഥാപിക്കുവാൻ ഉൾപ്പെടെ ഈ ശ്രാവൺ റാവു സഹായിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒരു സ്കൂളിലാണ് ഇത്തരം ഉപകരണങ്ങളൊക്കെ സ്ഥാപിച്ചിരുന്നത് എന്നുകൂടി റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRSനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് അധികാരം പിടിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പ്രഭാകർ റാവു ഇതെല്ലാം നശിപ്പിക്കുവാനുള്ള ഉത്തരവിട്ടത് എന്നുള്ളതാണ്. അപ്പോൾ തെലുങ്ക് ദേശം അല്ലെങ്കിൽ തെലുങ്കാന എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുവെന്നും ആ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ BJPയുടെ നേതാവിനെ കുരുക്കിലാക്കിക്കൊണ്ട് മകളെ രക്ഷിക്കുവാൻ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ചെയ്തികളെന്ന് പറയപ്പെടുന്നത് തുടർക്കഥയാകുന്നു. അതിന് BJPയുടെ നേതാവ് BL സന്തോഷിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുക എന്ന് പറയപ്പെടുന്നത് എത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. K. ചന്ദ്രശേഖർ റാവുവിനെ പോലുള്ളവർ മുഖ്യമന്ത്രി പദത്തിലിരിക്കാൻ യോഗ്യരാണോ? BJPയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ BJP നേതാക്കൾ അടക്കമുള്ളവരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരു ചങ്കൂറ്റം ഈ ചന്ദ്രശേഖർ റാവുവിന് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുവാനും അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള ഒക്കെ അവകാശം പോലീസിനുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്ത് തെറ്റാണ് ഇദ്ദേഹം ചെയ്തതെന്ന് കൂടി പറയേണ്ടതില്ലേ? തൻ്റെ സ്വന്തം മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് BJPയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ BJPയുടെ സമുന്നതനായ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക, അതിനുശേഷം അത് വിലപേശൽ തന്ത്രം ഉപയോഗിക്കുക എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയുന്നതല്ല. ഇനി ഒരിക്കലും ഈ KCRനെ പോലുള്ളവർ തെലുങ്കാന രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഉണ്ടാവരുത് എന്നാണ് നമ്മൾ ആശിക്കേണ്ടത്.